എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവ് ദലിത് കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി വി ഡി സതീശനുമെതിരെ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനവുമായി മുൻമന്ത്രി NB രാജേഷ് രംഗത്തെത്തിയിരിക്കുന്നു. വലിയ തോതിലുള്ള പോലീസ് സന്നാഹത്തെ ഉപയോഗിച്ച് ദലിത് കുടുംബങ്ങളെ അടിച്ചമർത്താനും ഒഴിപ്പിക്കാനും ശ്രമിച്ച നടപടി പുതിയ UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ തെളിവാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അധികാരമേറ്റ് കേവലം 3 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ തന്നെ പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള ഈ സർക്കാരിന്റെ സമീപനം എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ചൂണ്ടിക്കാണിച്ചു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയായി പുതിയ ഭരണാധികാരി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു ക്രൂരമായ പോലീസ് വേട്ട അരങ്ങേറിയതെന്ന് സംഭവത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെയും അദ്ദേഹത്തിന്റെ നെഹ്റുവിയൻ ഇടതുപക്ഷ നിലപാടുകളെന്ന അവകാശവാദങ്ങളെയും പരിഹസിച്ചുകൊണ്ടാണ് മുൻമന്ത്രി പ്രതികരിച്ചത്. ഈ ഭരണമാറ്റം കൊണ്ടുവന്ന പുതുയുഗ പിറവി എത്രത്തോളം ജനവിരുദ്ധമാണെന്ന് ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഏകദേശം 6 പതിറ്റാണ്ടോളമായി പ്രദേശത്ത് നിലനിൽക്കുന്ന സങ്കീർണമായ ഭൂമി തർക്കമാണ് ഈ സംഘർഷങ്ങൾക്ക് പശ്ചാത്തലമായിരിക്കുന്നത്. പാരിയത്തുകാവിലെ 19 ഏക്കറിലധികം വരുന്ന പുറമ്പോക്ക് ഭൂമിയിൽ മലിനം ദുരത്ത് ഉന്നതി സ്ഥിതി ചെയ്യുന്ന 2.5 ഏക്കറിലധികം വരുന്ന ഭൂമിയെ ചൊല്ലിയാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട കേസിൽ വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് അനുകൂലമായി കോടതി വിധി ഉണ്ടായിരുന്നു. തുടർന്ന് ഭൂമി പൂർണ്ണമായി ഒഴിപ്പിച്ച ശേഷം അളന്നു തിരിക്കണമെന്ന കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷക കമ്മീഷനും പോലീസും സ്ഥലത്തെത്തിയത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പലതവണ ഒഴിപ്പിക്കൽ നടപടികൾക്കായി അധികൃതർ ശ്രമിച്ചിരുന്നെങ്കിലും ദളിത് കുടുംബങ്ങളുടെയും പ്രാദേശിക ജനവിഭാഗങ്ങളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 14ലധികം തവണ ഈ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തും ഇതേ രീതിയിലുള്ള കോടതി വിധികൾ നിലനിൽക്കുന്നുണ്ടായിരുന്നുവെന്ന് NB രാജേഷ് ഓർമ്മിപ്പിച്ചു. എന്നാൽ അക്കാലത്തൊന്നും പാരിയത്തുകാവിൽ ഇത്തരമൊരു പോലീസ് വേട്ടയ്ക്ക് ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. നിയമത്തിന്റെ ഹൃദയശൂന്യമായ സാങ്കേതികത്വങ്ങൾ മാത്രം നോക്കിയല്ല, മറിച്ച് മനുഷ്യരുടെ ജീവനും ജീവിതത്തിനും പ്രാധാന്യം നൽകുന്ന മാനുഷിക പരിഗണനയോടെയാണ് മുൻ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ പോലീസിന് തങ്ങളുടെ അതിരുകൾ ലംഘിച്ച് ജനങ്ങളെ ആക്രമിക്കാനുള്ള സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ ഭരണകൂടം അധികാരമേറ്റയുടൻ ദരിദ്രരും അശരണരുമായ സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ട നിലവിളികൾക്ക് മുകളിലൂടെയാണ് തങ്ങളുടെ ഭരണം ആരംഭിച്ചിരിക്കുന്നത്. ഇത് 10 വർഷത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം ഭരണം കൈപ്പിടിയിൽ ഒതുക്കിയതിന്റെ രാഷ്ട്രീയ വെറി പാവപ്പെട്ടവരോട് തീർക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ വിഷയത്തിൽ മുഖ്യധാര മാധ്യമങ്ങളും സാംസ്കാരിക നായകരും പുലർത്തുന്ന മൗനത്തെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. തങ്ങളാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയതെന്ന ഭാവത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്ത സ്വത്വവാദികളും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളും ഇപ്പോൾ എവിടെയാണെന്ന് അദ്ദേഹം ചോദിച്ചു. മുൻപ് ചെറിയ സംഭവങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള പ്രൈം ടൈം ചർച്ചകളും മുഖപ്രസംഗങ്ങളും ചമച്ചിരുന്നവർ ഇപ്പോൾ ദലിത് ജനതയുടെ ക്രൂരമായ കുടിയൊഴിപ്പിക്കലിന് നേരെ കണ്ണടയ്ക്കുകയാണ്. മറ്റു പല നിസ്സാര വാർത്തകൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന മാധ്യമങ്ങൾക്ക് പാവപ്പെട്ടവരുടെ രോദനം കാണാൻ സാധിക്കുന്നില്ല. ഇതേ സംഭവം ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് നടന്നിരുന്നതെങ്കിൽ മാധ്യമങ്ങളും ഈ സംഘടനകളും എത്തരത്തിൽ പ്രതികരിക്കുമായിരുന്നു എന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിൽ സംഘർഷം കടുത്തതിനെ തുടർന്ന് താൽക്കാലികമായി പോലീസ് നടപടികൾ നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്ന കർശനമായ കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കാനാണ് സാധ്യത. ഭൂമി നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ആശങ്കകൾ പരിഹരിക്കാതെയും അവർക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാതെയുമുള്ള മുന്നോട്ട് പോക്ക് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. മുൻകാലങ്ങളിലെല്ലാം ഇത്തരം കുടിയൊഴിപ്പിക്കൽ ഭീഷണികൾ ഉണ്ടായപ്പോഴെല്ലാം പാവപ്പെട്ട ജനങ്ങൾക്ക് ഒപ്പം ഉറച്ചുനിന്നത് ഇടതുപക്ഷമാണെന്ന് NB രാജേഷ് അവകാശപ്പെട്ടു. നിയമപരമായ സാങ്കേതികത്വങ്ങൾക്കപ്പുറം നീതിയുടെ മാനുഷിക വശങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണം. അധികാരത്തിന്റെ ബലത്തിൽ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനുള്ള നീക്കങ്ങളെ ശക്തമായി ചെറുക്കണമെന്നും അനീതി നേരിടുന്ന പാരിയത്തുകാവിലെ ജനങ്ങൾക്കൊപ്പം തെരുവിലും സമരമുഖങ്ങളിലും ഇടതുപക്ഷം എന്നും മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.